ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹോസ്പിറ്റൽ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇത് തുടങ്ങിയപ്പോൾ ഞാൻ അത്യാവശ്യം ഹാപ്പി ആയിട്ടൊക്കെ തുടങ്ങിയൊരു വീഡിയോ ആണ്. കാരണം നാളെ ഡിസ്ചാർജ് ആകാമെന്നാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ. ഇത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം 6th ഡേ ആണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു 7th ഡേ ആകുമ്പോൾ നിങ്ങൾക്ക് ഡിസ്ചാർജ് ആകാമെന്ന്. പക്ഷേ എൻഡിൽ ഈ ഒരു ഡേ 6th ഡേ നമുക്ക് നല്ല ട്വിസ്റ്റുകളും കുറേയധികം ടെൻഷനും എന്താ പറയുക, ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചൊരു ഡേ ആണിത്. കൂടാതെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലോട്ട് നമ്മൾ ഷിഫ്റ്റ് വരെ ആകേണ്ടി വന്നൊരവസ്ഥയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഫുള്ളില്ല, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. വൈകിട്ടായപ്പോഴാണ് എല്ലാ സംഭവങ്ങളും മാറി മറിഞ്ഞത്. ഞാനിപ്പോൾ ഒരു 7-7:30 ആകുമ്പോഴാണ് എഴുന്നേൽക്കാറ്. കുറച്ച് ലേറ്റായിട്ടാണല്ലോ കിടക്കാറ്. ഈ പനിയൊക്കെ ആയതുകൊണ്ട് നേഴ്സുമാർ ഇടയ്ക്ക് വന്ന് മെഡിസിനൊക്കെ കൊടുക്കുന്നത് കൊണ്ടേ കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് നമ്മൾ കിടക്കാറ്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉടനെ ചെയ്യുന്നത് റൂമൊക്കെ ഒന്ന് റെഡിയാക്കിയിടും. കാരണം ഇങ്ങനെ അടഞ്ഞ് AC ആയതുകൊണ്ട് അടഞ്ഞ് കിടക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കും. കാരണം ഡോക്ടർ കയറി വരുന്ന സമയത്ത് അങ്ങനെ സ്മെല്ല് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ഫ്രഷായിട്ട് നിൽക്കും. അപ്പോൾ പിന്നെ കുട്ടികൾ എഴുന്നേൽക്കുമ്പോൾ അവരെ ഫ്രഷാക്കി ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കി കിടത്തിയാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ സൺഡേ ആണ് അഡ്മിറ്റ് ചെയ്തത്. അതായത് ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ലൂക്കിന് മുടി വെട്ടുന്നത്. അപ്പോൾ അന്നാണ് നമ്മൾ ഇവിടെ വന്ന് അഡ്മിറ്റ് ആയത്. റൂത്തുമൊക്കെ ലൂസ് മോഷനായിട്ടാണ് അഡ്മിറ്റ് ആയത്. പിറ്റേ ദിവസം തന്നെ ലൂക്കും വന്നങ്ങനെ വൊമിറ്റിംഗ് ആയിട്ട് വന്നിട്ടാണ്. അങ്ങനെ വൊമിറ്റിങ് കഴിഞ്ഞൊരു 6ാമത്തെ ദിവസമൊക്കെ അപ്പോൾ നമ്മൾ ഓക്കെ ആയി, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം, ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു, ഡോസൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കത്തെ ദിവസം ഡിനുവിന് നന്നായിട്ട് പനിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. 103 കൂടിയിട്ടുണ്ടായിരുന്നു പനി, നന്നായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു ഡിനുവിന്. പിന്നെ ഈ വീഡിയോ എടുക്കുന്ന ആ ഒരു ഡേ എനിക്ക് ഈവനിങ്ങൊക്കെ ആയപ്പോൾ എനിക്ക് നന്നായിട്ട് പനി വന്നു. ഞാൻ തലേ ദിവസം തന്നെ ഒന്ന് കാഷ്വാലിറ്റിയിലൊക്കെ പോയി മെഡിസിനൊക്കെ മേടിച്ച് കഴിച്ചതാണ്. പിറ്റേ ദിവസമായപ്പോൾ ഒന്നും കൂടെ കൂടി കേട്ടോ. പിന്നെയാണ് ലൂക്കിന് പനി വരുന്നത്. നമ്മൾ നാളെ ഡിസ്ചാർജ് ചെയ്യാന്നുള്ളൊരു, അതായത് 7ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്യാന്നുള്ളൊരു സെറ്റപ്പിലാണ് ഇരുന്നേച്ചത്. പക്ഷേ ലൂക്കിന് 6ാമത്തെ ദിവസം വൈകുന്നേരം ആയപ്പോൾ നന്നായിട്ട് പനിച്ചു എന്ന് മാത്രമല്ല അത് ഫിക്സായിട്ട് മാറുകയും ചെയ്തിട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ക്യാൻറ്റീനിൽ നിന്ന് തന്നെ ഫുഡൊക്കെ നമ്മൾ തലേദിവസം ഓർഡർ കൊടുത്താൽ അവർ കൊണ്ടുവന്ന് തരും. ഞാനിപ്പോൾ 3 ഇഡ്ഡലി മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ. കാരണം ടീന് 2 ദിവസമായിട്ട് കഴിപ്പൊന്നുമില്ല, ഒരു ഫുഡും കഴിക്കുന്നില്ല. ടീനിന് പനിയായതുകൊണ്ട്. എനിക്കാണെങ്കിലും പനിയുടെ ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ട് അങ്ങനെ ഒന്നും കഴിക്കാൻ തോന്നുന്നുണ്ടായില്ല. അപ്പോൾ 3 ഇഡ്ഡലി ഞാൻ മേടിച്ചു. 2 ഇഡ്ഡലി ലൂക്കിനും 1 ഇഡ്ഡലി റൂത്തിനും എന്നുള്ള ഒരു ഇതിലാണ് മേടിച്ചത്. അപ്പോൾ ഇഡ്ഡലി എടുത്തപ്പോൾ എനിക്ക് എന്തോ ഒരു സ്മെല്ല് വ്യത്യാസം ആദ്യം തോന്നി. കഴിച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ല. അരി കുറച്ച് കൂടുതൽ, പച്ചരി കുറച്ച് കൂടുതലായതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ ഒരു സ്മെല്ലൊക്കെ തോന്നി. അമ്മേനെ വിളിച്ച് ചോദിച്ചപ്പോൾ അമ്മ അങ്ങനെ തന്നെയാണ് കേട്ടോ പറഞ്ഞത്. പച്ചരിയുടെ എന്തോ ഒരു കൂടുതൽ കൊണ്ടായിരിക്കും അങ്ങനെ വന്നിരുന്നത്. അങ്ങനെ റൂത്തിന് അതൊക്കെ കൊടുത്തിട്ടാ. റൂത്തപ്പോൾ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ഫുഡിന് വേണ്ടിയിട്ട്. പാലും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു 2 പേർക്കും. അപ്പോൾ പാലും ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ലൂക്കിൻ്റെ ഹോസ്പിറ്റലിൽ നമ്മൾ മെയിനായിട്ട് അഡ്മിറ്റ് ചെയ്യുന്നവന് ഫിക്സ് വരും. വീട്ടിലത് കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല. എനിക്കാണെങ്കിൽ ഇല്ലേ, ഈ ചെറിയൊരു കാര്യം മതി കേട്ടോ ടെൻഷൻ അടിക്കാനായിട്ട്. ഓവർ തിങ്കിങ് കൊണ്ട്, അതുകൂടാതെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഹൈപ്പിലാണ് ടെൻഷൻ. ആ ടൈമിൽ എന്താ ഞാൻ കാണിച്ചു കൂട്ടിയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ടെൻഷൻ അടിച്ചാൽ. അതുകൊണ്ട് എൻ്റെ അമ്മയാണെങ്കിൽ അതൊക്കെ മേലാണ്. അപ്പോൾ അമ്മയും ഞാനും കൂടിയാണ് ഇങ്ങനെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യാറ്. അപ്പോൾ അപ്പയും ഡിനു ആണെങ്കിൽ അത്ര അങ്ങോട്ട്, അവർ ആണുങ്ങളല്ലേ, അത്ര ടെൻഷൻ ഉണ്ടാവില്ല. പക്ഷെ ഡിനു കുറച്ചൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ ഡിനുവും ഒന്ന് പൊട്ടി. കൊച്ചുങ്ങളുടെ കാര്യം വരുമ്പോൾ ആളും കരയാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എന്തിനാ അഡ്മിറ്റ് ആകുന്നത്, ലൂക്കിനെ അഡ്മിറ്റ് ആക്കുന്നത് മെയിനായിട്ട് ഫിക്സ് വരരുതെന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ്. അത് ഡോക്ടേഴ്സിനോട് നമ്മൾ അഡ്മിറ്റ് ആക്കണേ മുമ്പ് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ 6ാമത്തെ ദിവസം ഒരു ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഫിക്സ് വരുന്നതെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ പോലും ഹോസ്പിറ്റലുകാരുടെ ഒരു, എന്താ പറയുക, ഹോസ്പിറ്റലുകാരുടെ കയ്യിൽ നിന്ന് വന്നൊരു മിസ്റ്റേക്ക് തന്നെയാണ്. അവർ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വീട്ടിൽ വെച്ച് നമുക്ക് അത്ര അറിയില്ല. ഇതിപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് സത്യം പറഞ്ഞാൽ അവർ വേറെ മെഡിസിനൊന്നും എടുത്തിട്ടില്ല, അത്ര വലിയ ഛർദിലൊന്നും ഇല്ലാത്തത് കൊണ്ടേ. അപ്പോൾ ഇടയ്ക്ക് ഛർദിക്കും. അവനാണെങ്കിൽ ഇങ്ങനെ എല്ലാ കുട്ടികളെ പോലെ പറയില്ലല്ലോ ഛർദിക്കുന്നത്. അവൻ നേരെ വൊമിറ്റ് ചെയ്തിട്ട് ബെഡിലും ബെഡ്ഷീറ്റിലൊക്കെയാണ് ഇടാറ്. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും അവന്
അവനറിയില്ല ഛർദിൽ വരുന്നുണ്ടെന്ന് പറയാനറിയില്ല. നമുക്ക് ഫുൾ ടൈം അവനെ തന്നെ ഫോക്കസ് ചെയ്തിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ഇവരോട് നമ്മളിങ്ങനെ ഓരോ തവണ, ഞാനാണെങ്കിൽ ഫുൾ വാഷ് ചെയ്ത് ഒരു ഇതുപോലെ സ്റ്റെയിൻ പോലും ഇല്ലാത്ത രീതിയിൽ ഞാൻ കൊടുക്കാറുള്ളൂ കേട്ടോ ബെഡ്ഷീറ്റ് അവർക്ക്. വാഷ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ കൊടുക്കാറ്. അപ്പോൾ ഇവരോട് നമ്മളിങ്ങനെ ബെഡ്ഷീറ്റ് ചോദിക്കുന്നതൊന്നും അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ ഒരു ദിവസം ചിലപ്പോൾ 2-3 തവണയൊക്കെ ബെഡ്ഷീറ്റ് മേടിക്കാറുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബെഡ്ഷീറ്റ് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അത് അലക്കിയിട്ട് കഴിയുമ്പോൾ ഉണങ്ങണ ടൈമിന് ഇവരുടെ ബെഡ്ഷീറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതല്ലോ. അപ്പോൾ അതൊന്നും ഈ നഴ്സുമാർക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. എല്ലാ നഴ്സുമാർക്കൊന്നും അല്ല കേട്ടോ, ചില നല്ല നഴ്സുമാരും ഉണ്ടാവല്ലോ ആ കൂട്ടത്തിൽ. ചിലവർ അടിപൊളിയാണ്, നമുക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു തരും കേട്ടോ. ഞാനാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചു ഫിക്സ് വന്നെ കണ്ടിട്ടെ. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വരുന്നത് കണ്ടാൽ നമുക്കത് സഹിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഹോസ്പിറ്റലിൽ അല്ലാമുറായിട്ട് കരയായിരുന്നു. ഡിനുവിൻ്റെ അടുത്താണെങ്കിലും ഞാൻ കിടന്ന് കരയായിരുന്നു. ഡിനുക്ക് വേറെ ഹോസ്പിറ്റലിൽ പോകാമെന്നും പറഞ്ഞ് ഞാൻ കരയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അവന് EG എടുക്കാനായിട്ട് നമ്മൾ ഒരു 8 മണിക്കൂറത്തെ ഒരു ടെസ്റ്റാണത്. 8 മണിക്കൂർ വേണമെന്നാണ് പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കിടക്കുകയാണ്. ഉറങ്ങാൻ പറ്റില്ല ഇന്ന്. ഡിനു ഇപ്പോൾ ഒന്ന് നൈസായിട്ട് ഉറങ്ങിയിട്ടുണ്ട് റൂത്തിൻ്റെയൊക്കെ കൂടെ കിടന്ന്. അടുത്തതിന് ഡിനു എഴുന്നേറ്റ് കഴിയുമ്പോൾ എനിക്ക് ഉറങ്ങാം. ഞാൻ പിന്നെ കുറച്ച് ലേറ്റായിട്ട് കിടന്നാലും എനിക്ക് ആ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങിയാലേ എനിക്കൊന്ന് അപ്പോൾ ഒരു 6 മണിയൊക്കെ കുളിച്ച് എഴുന്നേറ്റാൽ മതിയല്ലോ. എനിക്ക് ആ ഒരു ടൈമിൽ ഉറങ്ങാനാണ് ഇഷ്ടം. അപ്പോൾ ഡിനുവിനോട് ഞാൻ പറഞ്ഞു ഒരു 3-4 മണി വരെ താൻ കിടന്നുറങ്ങിക്കോ, ഞാൻ വിളിച്ചോളാം എനിക്ക് ഉറക്കം വരുമ്പോഴെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടെ വയ്യ, റൂത്ത് മോൾക്കും വയ്യ, ലൂക്കക്കും വയ്യ, എല്ലാവർക്കും വയ്യാതിരിക്കുന്ന ഒരു ടൈമാണിത്. ഭയങ്കരമായിട്ടും കുറച്ചധികം നമ്മൾ ബുദ്ധിമുട്ടിയ ഒരു പീരീഡാണ് ഇത്. ബുദ്ധിമുട്ടിയ ഒരു പീരീഡല്ല, ഇപ്പോഴും നമ്മൾ ആ ബുദ്ധിമുട്ടിൽ കൂടെ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഒരു നല്ലതിന് വേണ്ടിയായിരിക്കും ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. ഏറ്റവും റിസ്ക് എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കും ഒരേപോലെ അസുഖം വരുന്നതാണ് കേട്ടോ. ഒരേ ടൈമിൽ അസുഖം വരുമ്പോഴേ നമുക്ക് ആകെ, നമ്മളും നോക്കുന്നവരും ആകെ ടയേർഡായിപ്പോവും. ടെൻഷനും എന്താ ഒരവസ്ഥയെന്ന് എനിക്ക് പറയാൻ പറ്റണില്ല ഗൈസ്. ഞങ്ങൾക്കും തീരെ വയ്യാതെ ഇരിക്കുന്നതുകൊണ്ട് ആകെ നമുക്ക് നോക്കിയിരിക്കണം എന്നുണ്ടെങ്കിലും നമ്മുടെ ആരോഗ്യം അതിനെ അനുവദിക്കാത്തത് പോലെയൊക്കെ തോന്നുന്നു. എന്നാലും ഞങ്ങൾ രണ്ടുപേരും മാക്സിമം കൊടുത്ത് തന്നെയാണ് കേട്ടോ നോക്കുന്നത്. അപ്പോഴേക്ക് നമ്മുടെ ലൂക്കാബോയ് എഴുന്നേറ്റൊക്കെ വരുന്നുണ്ട്. ഒരു പകുതി ചിരിയോട് കൂടിയൊക്കെയാണ് അവൻ എഴുന്നേറ്റ് വരാറ്. കുറച്ച് നേരം ഞാൻ റൂത്ത് മോളെ കുളിപ്പിച്ചിട്ട് വരുന്നത് വരെ അവൻ വെയിറ്റ് ചെയ്ത് നിന്നു എനിക്ക് വേണ്ടി. ഞാൻ വന്നിട്ട് വേണം അവന് പാല് കുടിക്കാൻ. എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് ബൂസ്റ്റിട്ട പാൽ ഇഷ്ടമാണ് കുടിക്കാനായിട്ട്. അതുമാത്രമേ കുട്ടി വെള്ളമായിട്ട് നല്ലോണം കുടിക്കുകയുള്ളൂ, ബാക്കിയൊന്നും കുടിക്കില്ല വെള്ളം. അപ്പോൾ അതെങ്കിലും കുടിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് മേടിക്കും. പക്ഷേ ഇപ്പോൾ അങ്ങനെ പറയുന്നത് അത് മേടിക്കരുതെന്നാണ്. പാലിങ്ങനെ അസുഖം വരുന്ന ടൈമിൽ പാല് കുടിക്കരുതെന്ന് പറയുന്നുണ്ട്, കഫക്കെട്ട് കൂടുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ വെള്ളം കുടിക്കാത്ത കുട്ടികൾക്ക് വേറെ പോകാൻ വഴിയൊന്നും എനിക്കറിയില്ല ഗൈസ്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ കേട്ടോ. ലൂക്കിന് 2 ഇഡ്ഡലി കൊടുത്തിട്ട് 2 ഇഡ്ഡലിയല്ല, അവൻ 1.5 ഇഡ്ഡലിയേ കഴിച്ചുള്ളൂ. അപ്പോൾ ബാക്കി വന്ന ഇഡ്ഡലി ഞാൻ കഴിച്ചിട്ടോ. ഞാൻ അത് മാത്രമേ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചുള്ളൂ. എനിക്കാണെങ്കിൽ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ തോന്നുന്നില്ല, പക്ഷേ എന്തോ കഴിക്കാൻ തോന്നുന്നുണ്ട്. ഈ പനി ഇങ്ങനെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടേ എന്തോ കഴിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് ഇങ്ങനെ അറിയില്ല. നന്നായിട്ട് വിശക്കുന്നുമുണ്ട്, പക്ഷേ ഇഡ്ഡലി കഴിക്കാൻ തോന്നുന്നില്ല. ഒരു തരം അവസ്ഥയല്ലേ. വായൊക്കെ കഴിച്ചിട്ട് ഞാൻ പിന്നെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനത് കഴിച്ചു. അപ്പോൾ ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി ഇപ്പോൾ ഉള്ളത് ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിലാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഹോസ്പിറ്റലിൻ്റെ നെയിം ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, കാരണം അതും അത്യാവശ്യം നല്ലൊരു ഹോസ്പിറ്റൽ തന്നെയാണ്. പക്ഷേ ചിലപ്പോൾ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഗസ്റ്റ്. ഞാനാണെങ്കിൽ പനി വന്ന സമയത്ത് ഞാൻ പുറത്ത് പോയിരിക്കുകയായിരുന്നു, എനിക്ക് പനി വന്ന സമയത്തെ. അപ്പോൾ ഡിനുവിൻ്റെ അമ്മച്ചി ആ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിനുവിൻ്റെ അമ്മച്ചിയും ഡിനുവും കൂടിയാണ് ലൂക്കേനെ നോക്കിക്കൊണ്ടിരുന്നത്. റൂത്ത് മോളാണെങ്കിൽ റൂത്ത് മോളും ഞാനും കൂടി പുറത്ത് പോയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഡിനു എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടി ലൂക്ക ഭയങ്കരമായിട്ടും ഷിവർ ചെയ്യുന്നുണ്ട്, നീ ഒന്ന് വന്ന് നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായത് ഫിക്സ് ആണെന്ന്. കാരണം അവന് പനി വന്നിട്ട് വിറക്കുകയാണെങ്കിൽ അത് ഫിക്സാണ്, ഫിക്സിലേ അവസാനിക്കുള്ളൂ എന്ന് എനിക്കറിയാം. ഞാൻ അവനെ ഒരു ബ്ലാങ്കറ്റിൻ്റെ അടുത്ത് പൊതിഞ്ഞിട്ട് ഞാൻ ഓടി നഴ്സിംഗ് സ്റ്റേഷനിലോട്ട്. സിസ്റ്ററേ ലൂക്കിക്ക് തീരെ വയ്യ, ലൂക്ക് ഷിവറിങ് നന്നായിട്ട് വിറക്കുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു. അവർ നേരെ ICUലോട്ട് കയറ്റി. പിന്നെ ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിങ്ങനെ ആകെ, അവൻ ബലം പിടിച്ചിട്ടില്ലേ, ഈ കഴുത്തിലെ ഞരമ്പൊക്കെ ഇങ്ങോട്ട് പൊങ്ങി വന്നിട്ട്
പേടിച്ച് ഞാൻ അവിടെ കിടന്ന് ഫുൾ അലമുറിയിട്ട് കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു, മോളെ കരയണ്ട, എല്ലാം ശരിയാകും, നീ കരയാതിരിക്കും, ഇളയ കുഞ്ഞുള്ളതല്ലേ, അവൾക്ക് പേടിയാകും എന്നൊക്കെ പറയാമായിരുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ദൈവമേ കല്യാണം കഴിക്കണ്ടായിരുന്നു, കുഞ്ഞുങ്ങളൊന്നും വേണ്ടായിരുന്നു എന്ന്. എനിക്ക് ടെൻഷൻ അടിക്കാൻ വയ്യേന്നും പറഞ്ഞാൽ ഞാൻ കരഞ്ഞത്. പിന്നെ ഞാൻ ഇഡ്ഡലിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കടയിൽ പോയായിരുന്നു കേട്ടോ ഗൈസ്. കടയിൽ പോയിട്ട് എനിക്ക് ഈ മെഷീനിലുണ്ടാക്കുന്ന കോഫിയിൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കിങ്ങനെ നമ്മുടെ സാധാ അടപ്പത്ത് വെച്ച് ഉണ്ടാക്കുന്ന ചായയിലെക്കാട്ടി ഇഷ്ടം ഈ മിഷ്യത്തിൽ ഉണ്ടാക്കുന്ന ചായയാണ്. ഞാൻ ഇടയ്ക്ക് പോയി മേടിച്ച് കുടിക്കാറുണ്ടത്. അതും റസ്ക്കും മേടിച്ചു. പിന്നെ അവിടെ ചെന്നപ്പോൾ മുട്ട പപ്സ് ഇരിക്കുന്നു, അതും ഞാൻ മേടിച്ചു. അപ്പോൾ ഡിനുവിനോട് പറഞ്ഞു, ഹാഫ് ഡിനു എടുക്കുക, ഹാഫ് ഞാൻ കഴിക്കാമെന്നൊക്കെ പറഞ്ഞാണ് ഞാൻ അത് മേടിച്ചത്. ലൂക്കിന് റസ്ക് കൊടുക്കുന്നുണ്ട്, അവന് റസ്ക് ഇഷ്ടമാണ് കേട്ടോ നല്ലതായിട്ട്. അപ്പം ഞാൻ ആ മുട്ട പപ്സ് എടുത്ത് കഴിക്കുകയാണ്. നല്ല മൊരിഞ്ഞ മുട്ട പപ്സായിരുന്നു. മുട്ട പപ്സ് ലൈമുമാണ് കോംബോ, പക്ഷേ നമുക്ക് അവിടെ നിന്ന് ലൈം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോഫി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. ലൂക്കിന് പിന്നെ ടേസ്റ്റൊക്കെ എൻ്റെ ടേസ്റ്റാണ്. എനിക്ക് പായസം, മധുരം അതൊക്കെ ഒത്തിരി, മധുരം എന്ന് വെച്ചാൽ ഓവറല്ല, എന്നാലും മധുരമൊക്കെ അത്യാവശ്യം ഇഷ്ടമാണ്. പിന്നെ ബിരിയാണിയൊക്കെ ഇഷ്ടമാണ്. അതേ ടേസ്റ്റാണ് ലൂക്കിനും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവനിപ്പോൾ ഞാൻ പപ്സ് കഴിക്കുന്ന സമയത്ത് അവനും വേണം കേട്ടോ പപ്സ്. പണ്ടൊക്കെ ഞാൻ പപ്സില്ലേ 10 രൂപക്കാണ് കേട്ടോ കേസ് മേടിച്ചത്. ഇപ്പോൾ എന്തോ 25 രൂപയെ 30 രൂപയാണ് പപ്സിന്. എന്താല്ലേ കാലം പോയ പോക്കെ. അപ്പോൾ ഡിനു പറഞ്ഞു, എനിക്ക് വിക്സ് പുരട്ടി തരുമോ, തീരെ വയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിക്സൊക്കെ എടുത്ത് പുരട്ടി കൊടുത്തു. ഡിനുവിൻ്റെ പനിയൊക്കെ നോക്കിയപ്പോൾ 100 ഡിഗ്രി ആയിട്ടില്ല, എന്നാലും പനിയുണ്ട്, ആൾ ഭയങ്കര ടയേർഡുമാണ്. ഞങ്ങളിങ്ങനെ ഷിഫ്റ്റ് അനുസരിച്ചാണ് കേട്ടോ പനി ഏറ്റെടുത്തത് ഗൈസ്. കാരണം ഫസ്റ്റ് ഡിനുവിന് വന്നു, സെക്കൻഡ് എനിക്ക് വന്നു, പിന്നെ ലൂക്കിന് വന്നു, പിന്നെ റൂത്തിന് വന്നു. അങ്ങനെ നമ്മൾ ഓർഡർ അനുസരിച്ചാണ് കറക്റ്റ് പോയത്. പനി എന്നാലും ഓർഡർ അനുസരിച്ച് തന്നെയാണ് നമ്മുടെ അടുത്തോട്ട് വന്നത്. പിന്നെ കുറച്ച് നേരം പുറത്ത് പോയി ലൂക്കിനെ റൂത്തിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ അപ്പയും അമ്മയും കൂടി വന്നിട്ടുണ്ട് അവരുടെ. പിന്നെ അവർ രണ്ടുപേരും ഫുൾ ഹാപ്പിയാണ്. അപ്പക്കും അമ്മക്കും ആണെങ്കിൽ ഇവനെ കാണാതെ, രണ്ടുപേരും കാണാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് രാവിലെ തന്നെ പോരും ഫുഡൊക്കെ പാക്ക് ചെയ്ത്. അങ്ങനെ പിന്നെ അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നും നോക്കട്ടെ, ഞാൻ പിന്നെ ഫുള്ളങ്ങ് കിടക്കും. അമ്മ കംപ്ലീറ്റ് 2 കുട്ടികളുടെ കാര്യമൊക്കെ നോക്കിക്കോളും. പനി വന്നാൽ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും. പിന്നെ പപ്പ എപ്പോഴും പറയാറ്, ഞാൻ നോക്കാത്തത് കൊണ്ടാണ് പനി വരാറ് കുഞ്ഞുങ്ങൾക്കെന്നാണ്. അതങ്ങനെയാണല്ലോ, എല്ലാ പാരൻസും അങ്ങനെ പറയുള്ളൂ, നമ്മളെ നോക്കാത്ത കൊണ്ടാണെന്നേ പറയാറുള്ളൂ. ഡിനുവിൻ്റെ പനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം പനി കൂടിക്കഴിഞ്ഞാൽ ഇനി വല്ല ഇതായാലോ എന്നൊക്കെ പേടിച്ചേ. ഇങ്ങനെ പനി അധികം കൂടാനും പാടില്ലല്ലോ. ഞങ്ങളുടെ തൊട്ടടുത്ത റൂമിലാണെങ്കിൽ H1N1 ഒരു ചേച്ചിക്ക് ഉണ്ടായിരുന്നു. അത് ഈ പീഡിയാട്രിക് വാർഡിൽ കൊണ്ട് വലിയൊരു ചേച്ചീനെ H1N1 വന്നിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പപ്പ അപ്പം എന്തൊക്കെ മേടിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് ലൂക്കിന് വേണ്ടി. ലൂക്ക് അപ്പോൾ അത് തട്ടിപ്പറിച്ച് മേടിക്കുന്നുണ്ട് കേട്ടോ. അവന് വല്ല ബിസ്ക്കറ്റ് മിഠായിയൊക്കെയാണത്. അപ്പോൾ അതേ ക്യാൻറ്റീനിലെ ഫുഡ് ഇങ്ങനെ ആ ചേട്ടൻ കൊണ്ടുവന്ന് തരികയാണ് കേട്ടോ. പിന്നെ ഈ ഫുൾ ടൈം പനി നോക്കൽ തന്നെയാണ് നമുക്ക്. പനി നോക്കി എൻ്റെ ദൈവമേ ഉപ്പാടിളകി. റൂത്തിൻ്റെ കൈയാണ് കേട്ടോ. അവൾ കരഞ്ഞ് കൈ ഉരിപ്പിച്ചപ്പോഴാണെങ്കിൽ നീഡിലിങ്ങനെ വളഞ്ഞുള്ളിലോട്ടായിട്ടിരിക്കുകയാണ്. പിന്നെ കൈയൊക്കെ ആണെങ്കിൽ കുഞ്ഞിൻ്റെ ഇങ്ങനെ കുറേ നേരം നമ്മൾ വെള്ളത്തിലൊക്കെ മുക്കിയിട്ടിട്ടും അല്ലെങ്കിൽ സ്വിമ്മിങ് പൂളിലൊക്കെ കിടന്ന് കഴിയുമ്പോൾ കിടക്കില്ല, അതേപോലെയായിരുന്നു. പിന്നെ ഭയങ്കര സ്മെല്ലുമായിരുന്നു കേട്ടോ. ഭയങ്കര സ്മെല്ലായിരുന്നു കൈ ഇങ്ങനെ അത് പറിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴേ. ഇവളാണെങ്കിൽ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അയ്യോ വയ്യേ, കൈ പോയി, കൈ പൊട്ടി എന്നൊക്കെ പറഞ്ഞ് റൂത്ത് ഇങ്ങനെ കൈ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയച്ചു കഴിഞ്ഞിട്ടും അതെ, അയക്കണതിന് മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ലൂക്കിൻ്റെ ഫിക്സ് വന്ന കഥയുടെ ബാക്കി പറയാം. അങ്ങനെ ഫിക്സൊക്കെ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ഡോക്ടറെ വിളിച്ച്, നേഴ്സുമാർ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ ആദ്യം ഒരു കാഷ്വാലിറ്റി ഡോക്ടറാണ് വന്നത്. അത് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ മെയിൻ ഡോക്ടർ വന്നു. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ പപ്പേനെ അമ്മേനെയൊക്കെ വിളിച്ച് വരുത്തിയായിരുന്നു. ഡിനുവിനും തീരെ വയ്യല്ലോ, എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ ഞാൻ അവരെ വിളിച്ച് വരുത്തി. ഡിനുവിൻ്റെ അമ്മച്ചിയും ഞാനും കൂടിയാണ് നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ അവർ ഡോക്ടർ വന്നു കഴിഞ്ഞിട്ട് പപ്പയുടെ അടുത്ത് സംസാരിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ 2 ദിവസത്തേക്ക് ഉണ്ടാവില്ല, അപ്പോൾ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ തയ്യാറാണോ അല്ലയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ 2 ഓപ്ഷൻ ഡോക്ടർ വെച്ചു. നമുക്ക് എന്തായാലും റിസ്ക് എടുക്കാൻ വയ്യ, കുഞ്ഞിൻ്റെ കാര്യമല്ലേ. അപ്പോൾ എൻ്റെ പപ്പ പറഞ്ഞു, നമുക്ക് റിസ്ക് എടുക്കണ്ട, ഞങ്ങൾ നേരെ ആസ്റ്ററിലോട്ട് വിട്ടോളാം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നമ്മളൊരു ആംബുലൻസ് വിളിച്ച് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ ഓക്കെ ആയി.
ഓക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഫുഡ് കഴിക്കാനും വെള്ളം കുടിക്കാനൊക്കെ തുടങ്ങി. പനി പക്ഷേ ഇപ്പോഴും വന്നും പോയും കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പോസിറ്റീവായിട്ടുണ്ട്. എനിക്കതിൻ്റെ ടെസ്റ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. H1N1 ആണോ എന്ന് അറിയില്ല കേട്ടോ ഗൈസ്. എന്തായാലും പോസിറ്റീവാണ്, നമുക്ക് എല്ലാവർക്കും പോസിറ്റീവാണ്. നമ്മളിപ്പോൾ ഒരു ക്വാറൻറ്റീൻ പോലെയാണ് റൂമിലിരിക്കുന്നത്. ഇപ്പോൾ അവന് EEG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ക്വാറൻറ്റീനായിരിക്കും ഇരുത്താൻ പോകുന്നത് അവർ. നമ്മൾ ക്വാറൻറ്റീനാണ് കേട്ടോ. റൂമിൽ ഓൾറെഡി നമ്മുടെ റൂമിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ പ്രിക്കോഷൻസ് പോലെ എഴുതി വെച്ചിട്ടുണ്ട്. മാസ്കും ഗ്ലൗസും സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എത്ര ദിവസം ഇവിടെ അഡ്മിറ്റ് ആവുമെന്നൊന്നും എനിക്കറിയില്ല. നമ്മളിപ്പോൾ എന്തായാലും ഫസ്റ്റ് ആ ഹോസ്പിറ്റലിൽ തൊട്ട് ഈ ആസ്റ്റർ വരെ എന്തായാലും ഒരു 8ാമത്തെ ദിവസമാണ് നമ്മളിവിടെ അഡ്മിറ്റായിട്ട്. പിന്നെ ഫുഡൊക്കെ അമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന്. അമ്മക്കുള്ള ഫുഡ് അമ്മ പുറത്തുനിന്നും മേടിച്ചു. ഞാൻ പറഞ്ഞതാണ് ഇവിടെ നിന്ന് കഴിക്കാൻ, പക്ഷെ അമ്മ കഴിച്ചില്ല. അപ്പം ഞാൻ പിന്നെ അമ്മ കൊണ്ടുവന്ന് നല്ല കൂന്തൽ കറിയൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് ലൂക്കിന് പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് കേട്ടോ ഫിക്സ് തുടങ്ങിയത്. അപ്പോൾ ഇത്ര ഉള്ളൂ ഗൈസ്. ബാക്കി ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ